മാധ്യമപ്രവർത്തകനും സിറാജ് പത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായ കെ ബഷീറിനെ മദ്യപിച്ച് ലക്കുകെട്ട് അമിത വേഗത്തിൽ കാറോടിച്ച് കൊലപ്പെടുത്തിയ ശ്രീറാം വെങ്കിട്ടരാമൻ കഴിഞ്ഞ ദിവസവും കോടതിയിൽ ഹാജരായില്ല. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാവാൻ വെങ്കിട്ടരാമനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ് ഹാജരാക്കാൻ കഴിയാത്തത് എന്നാണ് വെങ്കിട്ടരാമൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഇത് 4ാം തവണയാണ് കോടതിയിൽ ഹാജരാകാതെ കോടതിയെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നത്. മുമ്പും പലതവണ അസുഖമാണെന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് കോടതിയിൽ ഹാജരായിരുന്നില്ല വെങ്കിട്ടരാമൻ. കെ ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസ് അട്ടിമറിക്കാനും അത് തേച്ചു മായ്ച്ചു കളയാനും ഇപ്പോഴും അയാളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വെങ്കിട്ടരാമൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കോടതി അയാളെ വിടാതെ പിന്തുടരുന്നുമുണ്ട്. ഇപ്പോൾ വെങ്കിട്ടരാമൻ്റെ പേരിൽ നരഹത്യ കുറ്റം ചുമത്താൻ വേണ്ടി തിരുവനന്തപുരം സെഷൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ നരഹത്യ കുറ്റമുണ്ടായിരുന്നുവെങ്കിലും അത് കീഴ്ക്കോടതി ഒഴിവാക്കിയിരുന്നു. അതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും നരഹത്യ കുറ്റം വീണ്ടും അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെടുകയും ചെയ്തു. ആ വിധിക്കെതിരെ വെങ്കിട്ടരാമൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിക്കളയുകയാണുണ്ടായത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് സുപ്രീം കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പീൽ തള്ളിയത്. സത്യത്തിൽ കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാകാതെ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഈ പ്രവണത നിയമം അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഈ ശ്രീറാം വെങ്കിട്ടരാമനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടേണ്ടതാണ്. പക്ഷേ അയാളുടെ സ്വാധീനം കൊണ്ടാണോ എന്നറിയില്ല, അത്തരത്തിലുള്ള നടപടിയിലേക്കൊന്നും കോടതികളും പോകുന്നില്ല. ഏതെങ്കിലും പാവപ്പെട്ടവനാണ് ഈ വെങ്കിട്ടരാമൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ എത്തിക്കുമായിരുന്നു പോലീസ് അദ്ദേഹത്തെ. ആ പാവപ്പെട്ട ആൾക്ക് എന്തൊക്കെ നേരിടേണ്ടി വരുമായിരുന്നു? ശ്രീറാം വെങ്കിട്ടരാമനെ പോലെ സ്വൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയുമായിരുന്നോ? നരഹത്യയാണ് എന്ന് കോടതി തന്നെ പറഞ്ഞ ഇത്രയും വലിയ കുറ്റം ചെയ്ത ഒരു കുറ്റവാളിക്ക് സ്വതന്ത്രമായി പുറത്തിറങ്ങി സ്വൈരവിഹാരം നടത്തുകയും സർക്കാർ ജോലി ചെയ്യാനും സാധിക്കുന്നത് വെങ്കിട്ടരാമനല്ലാതെ മറ്റാർക്ക് കഴിയും? ഇതൊക്കെ നമ്മുടെ നാട്ടിലല്ലാതെ വേറെ ഏത് നാട്ടിലാണ് നടക്കുക? അദ്ദേഹത്തിനെതിരെ പോലീസിനോ കോടതിക്കോ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ സാധിക്കാത്തത്? ഇത്രയും വലിയ ഒരു കുറ്റവാളിയെയാണല്ലോ മുമ്പ് ആലപ്പുഴ ജില്ലാ കളക്ടറായി സർക്കാർ നിയമിച്ചിരുന്നത് എന്നത് ആരും മറന്നിട്ടില്ല. അന്ന് പക്ഷേ കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രക്ഷോഭം നടത്തിയപ്പോഴാണ് സർക്കാർ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയത്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും വൻ ജനാവലിയെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്താണ് അത്രയും വലിയ ഒരു പ്രക്ഷോഭം നടത്തിയത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിലായിരുന്നു ആ പ്രക്ഷോഭം. മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ അത് ചർച്ചയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അധികം നീളാതെ തന്നെ ശ്രീറാം വെങ്കിട്ടരാമനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടി വന്നത്. അന്ന് പക്ഷേ ഈ കെ ബഷീറിൻ്റെ കൊലപാതകം നടന്ന ആ കാലഘട്ടത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉറപ്പ് തന്നിരുന്നു. വെങ്കിട്ടരാമനെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും ഒരു ഉറപ്പ് തന്നിരുന്നു. ആ ഉറപ്പൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകി ധനകാര്യ വകുപ്പിലേക്ക് പ്രമോഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പഴയ വാക്ക് നിറവേറ്റാൻ വേണ്ടി പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പരിശ്രമം നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്നാൽ കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് അയാൾ സർക്കാർ ചിലവിൽ സ്വൈരവിഹാരം നടത്തുമ്പോൾ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥതയല്ല ഇവിടെ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അന്നത്തെ വാക്കുകൾ എന്തായിരുന്നു? നമുക്കൊന്ന് നോക്കാം. ആരോപിക്കപ്പെടുന്ന വിഷയം മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ശ്രീറാം നിഷേധിച്ചാലും നാടാകെ അംഗീകരിക്കുന്നുണ്ട്. കാരണം മദ്യപാനിയുടെ ലക്ഷണങ്ങൾ എല്ലാം ഒത്തുവന്നിരുന്നു എന്നാണ് പൊതുവെ സമൂഹം അംഗീകരിക്കുന്നു. പക്ഷേ രക്തത്തിലുള്ള മദ്യത്തിന്റെ അംശം പരിശോധനയിൽ കാണാതിരിക്കാനുള്ള വല്ല മരുന്നുണ്ടോ? അങ്ങനെ വല്ല മരുന്നും ഉപയോഗിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അന്വേഷണത്തിലും നിയമ നടപടികളിലും വെള്ളം ചേർക്കാൻ ആരെയും അനുവദിക്കില്ല. അത്തരത്തിലുള്ള ശ്രമം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ പാലിച്ചോ എന്നത് പോട്ടെ, ഇത്തരം കൊടും കുറ്റവാളിയായ ഒരാളെയാണല്ലോ ധനകാര്യ വകുപ്പിലേക്ക് നിയമിച്ചിരിക്കുന്നത്. ഇങ്ങനെ അയാളെ സംരക്ഷിക്കാനും അയാളെ ആദരിക്കാനുമൊക്കെ സർക്കാർ തന്നെ ഉണ്ടാവുമ്പോൾ പിന്നെ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ എന്താ? തനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്ന് വെങ്കിട്ടരാമന് നന്നായി അറിയാം. സത്യത്തിൽ ഇത്രയും നെറികെട്ട പ്രവൃത്തി കാണിക്കുന്ന ഇയാളുടെ IAS പദവി റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത്. സിവിൽ സർവീസ് പോലെയുള്ള അധികാര പദവിയിലായിട്ട് പോലും ഇത്രയും നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കോടതിയുമായോ നിയമ സംവിധാനവുമായോ സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരാൾക്ക് ഉന്നത പദവി കൊടുക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്? എത്ര വലിയ കുറ്റകൃത്യം ചെയ്യുന്നതും അതിൻ്റെ പേരിലുള്ള കേസിൽ നിയമ സംവിധാനങ്ങളോട് യാതൊരുവിധ സഹകരണവുമില്ലാതെ നിസ്സഹകരണമായി മുന്നോട്ട് പോകുന്നതും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്ന സന്ദേശമല്ലേ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഒരു IAS ഉദ്യോഗസ്ഥൻ
ഒരാളുടെ മരണത്തിന് കാരണമാകുന്ന രീതിയിൽ മദ്യപിച്ച് ലക്കുകെട്ട് അമിത വേഗത്തിൽ വാഹനം ഓടിക്കുകയും അതിൻ്റെ പേരിൽ നടക്കുന്ന കേസുമായിട്ട് യാതൊരുവിധ സഹകരണമില്ലാതെ കോടതിയിൽ ഹാജരാവാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ മാതൃക സ്വീകരിക്കുന്ന ആളുകൾ എന്തായിരിക്കും പിന്നെ ഇവിടെ കാട്ടിക്കൂട്ടുക? ആ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ആളുകൾക്ക് മാതൃക കാണിക്കുകയല്ലേ ആ IAS ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത്? അതേപോലെ എന്തെങ്കിലും കേസിൽ കുടുങ്ങിയാൽ ആ നിയമ സംവിധാനവുമായിട്ട് യാതൊരുവിധ രീതിയിലും സഹകരിക്കേണ്ടതില്ല എന്ന മാതൃകയല്ലേ ഈ കളക്ടർ പദവിയിലിരുന്ന ആൾ കാണിച്ചു കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൽ കുറ്റവാളികളെ മാത്രം പഴിചാരാൻ പറ്റില്ല. കുറ്റവാളികൾക്ക് പ്രചോദനം നൽകുന്ന ഉയർന്ന അധികാരത്തിലിരിക്കുന്ന ഇത്തരം വെങ്കിട്ടരാമന്മാരെ, അതല്ലെങ്കിൽ അവർക്ക് ഓശാനപാടി എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന സർക്കാരിനും പോലീസിനുമല്ലേ കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ പങ്കുള്ളത്? അന്ന് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ആ തെളിവ് നശിപ്പിക്കാനും കേസ് അട്ടിമറിക്കാനും കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സർക്കാർ. അന്ന് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അദ്ദേഹം മദ്യപിച്ച് ലക്കുകെട്ട് കാൽ നിലത്തുറക്കാത്ത രീതിയിലായിരുന്നുവെന്ന് ഈ ആക്സിഡൻറ്റ് കണ്ട ആളുകൾ പറയുന്നുണ്ടല്ലോ. കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പക്ഷേ ആക്സിഡൻറ്റിന് ശേഷം അയാൾ പോലീസിനോട് പറയുന്നത് ഞാനല്ല വണ്ടി ഓടിച്ചത്, തൻ്റെ കൂടെയുള്ള വഫ ഫിറോസ് എന്ന സുഹൃത്താണ് വണ്ടി ഓടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സുഹൃത്തിനെ തന്നെ ചതിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. പക്ഷേ വഫ ഫിറോസ് അത് അപ്പോൾ തന്നെ നിഷേധിച്ചതുകൊണ്ട് അയാൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. പിന്നീട് പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി പോയ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു അദ്ദേഹം നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് പോലീസുകാരോട് പറഞ്ഞു. പക്ഷേ പ്രതി വലിയ സ്വാധീനമുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞപ്പോൾ പ്രതിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായി പോലീസിൻ്റെ ചിന്ത. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും അയാളുടെ രക്തം പരിശോധിക്കാൻ ശ്രമിക്കാതെ തെളിവ് നശിപ്പിക്കുന്നതിനാണ് പോലീസ് കൂട്ടുനിന്നത്. അങ്ങനെ ഏറെ സമയം വൈകി രക്തം പരിശോധിച്ചതുകൊണ്ട് മദ്യത്തിൻ്റെ ഒരു അംശം പോലും ആ ടെസ്റ്റിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അങ്ങനെ മദ്യപിച്ചാണ് കാർ ഓടിച്ചത് എന്നത് തെളിയിക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. പക്ഷേ ദൃക്സാക്ഷികൾ ഒരുപാടുണ്ടല്ലോ. മദ്യപിച്ച് വണ്ടി ഓടിച്ചതുകൊണ്ട് അപകടം പറ്റിയ ഒരാൾ മരണപ്പെട്ടാൽ അതിൻ്റെ പേരിൽ നരഹത്യാ കുറ്റം ചുമത്തുമെന്ന് റിട്രോഗ്രേഡ് അംനേഷ്യയാണെന്നും അതുകൊണ്ട് സംഭവങ്ങൾ എനിക്ക് കൃത്യമായി ഓർക്കാൻ പറ്റുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ആ സമയത്ത് കുറേ നാടകങ്ങൾ നടന്നിട്ടുണ്ട്. രക്തം പരിശോധിച്ചത് കുറേ വൈകിയതിന് ശേഷമാണ്. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ രക്തത്തിലുള്ള മദ്യത്തിൻ്റെ അംശം ഇല്ലാതാകാൻ വരെ കാത്തിരുന്നു. എല്ലാത്തിനും പിണറായിയുടെ പോലീസ് കൂട്ടുനിന്നിട്ടുണ്ട്. ഇത്രയും കാലമായിട്ടും തനിക്കന്ന് പറ്റിയത് ഒരു പിഴവാണെന്നും ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്ന് ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു വലിയ കുറ്റം ചെയ്യുകയും അത് തൻ്റെ സുഹൃത്തിൻ്റെ തലയിലിടാൻ ശ്രമിക്കുകയും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കേസ് തുടക്കം മുതലേ അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളിയെയാണല്ലോ സർക്കാർ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ചത് എന്ന് അറിയുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്താനല്ലാതെ മറ്റെന്ത് കഴിയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റിട്രോഗ്രേഡ് അംനേഷ്യയുള്ള ഒരാളെ ഒരു ജില്ലയുടെ ഭരണാധികാരിയാക്കിയാൽ അവിടെ എന്തൊക്കെ പുകിലായിരിക്കും സംഭവിക്കുക? ഒരു ജില്ലയുടെ കളക്ടർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വെടിവെപ്പ് ഓർഡർ കൊടുക്കാൻ പോലും അധികാരമുള്ള ഒരാളാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഒരു വെടിവെപ്പിന് വേണ്ടി ഓർഡർ കൊടുത്ത് അത് പ്രശ്നമായി പിന്നീട് എന്തെങ്കിലും ചോദ്യം വരുമ്പോൾ തനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകില്ല എന്ന് എന്ത് ഉറപ്പാണ് സർക്കാരിനുള്ളത്? അത്തരത്തിലുള്ള ഓർമ്മക്കുറവുള്ള, അതല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അതിൻ്റെ നിയമ സംവിധാനത്തിനോട് സഹകരിക്കാൻ താല്പര്യമില്ലാത്ത, തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണല്ലോ ഇത്തരം ഒരു അധികാരത്തിലേക്ക് സർക്കാർ കൊണ്ടുവന്നത്. ജനങ്ങൾക്ക് നീതി കിട്ടുമോ അവിടെ? അത്രയും വലിയ നെറികേടല്ലേ സർക്കാർ ജനങ്ങളോട് കാണിച്ചിട്ടുള്ളത്? പിന്നെ പ്രക്ഷോഭം കാരണം അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും പലപ്പോഴായി അയാൾക്ക് ഉന്നത സ്ഥാനം കൊടുത്ത് ആദരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. സംഭവം ഒരു ഭാഗത്ത് അയാൾ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ അതിനെ തടയിടുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് അയാൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്ത് എല്ലാവിധ സ്ഥാനക്കയറ്റങ്ങളും കൊടുത്ത് അയാൾ ആദരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിലോ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിലോ എന്തെങ്കിലും അന്വേഷണം സർക്കാർ നടത്തിയിട്ടുണ്ടോ? അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും രക്തം പരിശോധിക്കുന്നതിൽ ഒരുപാട് സമയം വൈകിപ്പിച്ചതിന് ആ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ സർക്കാർ? ഇതുവരെ ആയിട്ടും വെങ്കിട്ടരാമൻ്റെ മൊബൈൽ പോലീസിന് ലഭ്യമല്ല. ആ ഭാഗത്തുള്ള CCTV ഫൂട്ടേജും ലഭ്യമല്ല. ഇത്രയൊക്കെ ഈ കേസിൽ നടന്നിട്ടും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം നടത്താൻ സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആർക്കു വേണ്ടിയാണ് സർക്കാർ ഇത്ര നിരുത്തരവാദിത്തപരമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഒരു പാവം പത്രപ്രവർത്തകനെ മദ്യപിച്ച് ലക്കുകെട്ട് അമിത വേഗത്തിൽ കാറോടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ആ കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ച, സ്വന്തം സുഹൃത്തിൻ്റെ പേരിൽ ആ കേസ് കെട്ടിവെക്കാൻ ശ്രമിച്ച ഒരു കൊടും കുറ്റവാളിയാണല്ലോ സർക്കാർ ഉന്നത സ്ഥാനം കൊടുത്ത് ആദരിക്കുന്നത്. സർക്കാർ ചെലവിൽ പുറത്ത് സ്വൈരവിഹാരം നടത്താൻ അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്.
ഇതൊക്കെ കാണുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്താനല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ആരോട് പറയാൻ? ആര് കേൾക്കാൻ?